നമസ്കാരം സുഹൃത്തുക്കളെ. വിരാട വിനോദ് ഇന്ന് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ ശ്രീ വെങ്കിട്ടത്തേവർ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. മലപ്പുറത്തിൻ്റെ വിശാലമായ നെൽപ്പാടങ്ങളും ഇതുമൊക്കെ നമുക്ക് കാണാം. ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിൽ രണ്ട് പ്രത്യേകതകളുള്ള രണ്ട് വലിയ കുളങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ സാമൂതിരിയുടെ കിഴക്കേ കോവിലകത്തിൻ്റെ ക്ഷേത്രങ്ങളാണ്. നല്ല മനോഹരമായ പാടശേഖരമാണ് കേട്ടോ. ഇപ്പോൾ കൃഷിയില്ലാതെ കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒരു റോഡുണ്ട്. ഈ റോഡ് കുറേ ദൂരത്തിലുണ്ടെന്നാണ് പറയുന്നത്. പതിയെ നമുക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പ്രത്യേകതകളുള്ള പഴയ കുളം. നല്ല ഭംഗിയുള്ള കുളം അല്ലേ. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഇതാ പഴയ തേവാരപ്പുരകളൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് വെങ്കിട്ടത്തേവർ മഹാദേവ ക്ഷേത്രം. ദ്വാപര യുഗം മുതലുള്ള ചരിത്രം ഇതിനുണ്ടെന്നാണ് നാട്ടിൽ പറയപ്പെടുന്നത് കേട്ടോ. ഇത് പുതിയ കുളം. ഇത് പഴയ കുളത്തിനേക്കാൾ വളരെ വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ. ക്ഷേത്രത്തിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികളായിട്ടുള്ള കിഴക്കേ കോവിലകം ട്രസ്റ്റ് വകയാണ് ഈ ക്ഷേത്രം. അപ്പോൾ അവരുടെ പെർമിഷൻ നമ്മൾ വാങ്ങിക്കണം. പക്ഷേ അതിന് ഏതാണ്ട് 10 മണി വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ആ സംഭവം ഉപേക്ഷിച്ച് ഇതിന് തൊട്ടടുത്ത് പാണ്ഡമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൂടെയുണ്ട്. ഇതും വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. രണ്ട് ക്ഷേത്രങ്ങളും ഈ പറഞ്ഞതുപോലെ കിഴക്കേ കോവിലകം ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ നമുക്കവിടെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. തീർച്ചയായും ഒരിക്കലും വന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളും വീഡിയോ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം അത്ര പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇത് ത്രേതായുഗത്തിൽ പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ബാലഗോപാലനാണ്, അതായത് കയ്യിൽ വെണ്ണ ഏന്തിയ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. ഇത് വളരെ കാലം ഇത് മണ്ണിനടിയിൽ പോയിരുന്നു. ഈ രണ്ട് ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ പോയിരുന്നു. സ്വയംഭൂവായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഇത് പിന്നീട് എപ്പോഴൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തതാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകളെന്നാണ് പറയുന്നത്. ചില പുതുക്കിപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ എല്ലാം ഈ കോഴിക്കോട് സാമൂതിരിയുടെ വകയായിട്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിച്ചത്. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ കാണിക്കാനേ നമുക്കിപ്പോൾ സാധ്യതയുള്ളൂ. എന്താണേലും നമ്മളകത്തൊക്കെ കയറി പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സൂര്യൻ ഉദിച്ചു കിട്ടുന്നു. ഈ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ രണ്ടും ഈ പ്രഭാതത്തിൽ ഈ വെളിച്ചത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സാമൂതിരിയുടെ പട്ടാള ക്യാമ്പും അവരുടെ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ആയിരുന്നു പോലും. എന്നാണെങ്കിലും മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അകത്ത് നല്ല മുറയിൽ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ പഴക്കമുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ക്ഷേത്രത്തിൽ തൊഴുത് ഭഗവാനോട് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇത് ക്ഷേത്രമൊക്കെ ഒരു സ്കൂളാണ് കേട്ടോ. അതിൻ്റെ സൈഡിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് കാണുന്നത്. ഈ കാണുന്നതൊക്കെ കിഴക്കേ കോവിലകം വകയുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. ഇതൊക്കെ എത്ര പഴക്കമുള്ള കെട്ടിടങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. മലപ്പുറത്ത് കോട്ടയ്ക്കൽ ഈ കാഴ്ചകൾ കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കോട്ടയ്ക്കലിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.